Good afternoon, sir. Yes, Sanjana, good afternoon. Good afternoon, sir. Adira, good afternoon. Good afternoon, sir. Have a nice day. Yes, have a nice day. Sridhar, good afternoon. Yes, who is doing prayer? Start AM, sir. Okay, Sridhar. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead, but for the showers we plead. Thank you, sir. Yes, very good, Sanjana. Very good, very good. Yes, then thought of the day. Okay, ധന്യ പറയുന്നുണ്ട് Danya. ഒരു ഡിവൈസ് ആണ് അതുകൊണ്ട്. Yes, Education is the most powerful weapon which you can change the world. APJ Abdul Kalam. yes. Okay, okay, okay. The most important weapon. Okay. Then, signing on. Yes. Let's start it. Let us start. Okay. Yes. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ അങ്ങനെ 8 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. 8 ടെൻസ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 9ാമത്തെ ടെൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. FUTURE ഫ്യൂച്ചർ പെർഫെക്റ്റ്. PERFECT പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, ഹാവ് എഴുതുക, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. So once again, I am repeating: subject plus will or shall plus have plus verb, a verbന്റെ past participle. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall, have, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ എക്സാമ്പിൾ പറയാം. They will have gone to Delhi. They will have gone to Delhi. അപ്പൊ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ് ഇവര്. അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടാകും. I shall have completed the work. ഞാൻ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. You will have solved the problem. നീ ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അടുത്ത വർഷം I will have completed Montessori class in December. അപ്പൊ ഡിസംബറിൽ ഞാൻ മോണ്ടിസോറി ക്ലാസ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു അർത്ഥമാണ് വിൽ ഹാവ് എന്ന് പറഞ്ഞ വേർഡ് കിട്ടുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്,
പിന്നെ ഹാവ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ദാറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സജന ആൻഡോ? സജന, യെസ് സാർ. ഫ്യൂച്ചർ പെർഫെക്റ്റ് 2-3 എക്സാമ്പിൾസ് കയ്യിൽ നിന്ന് പറഞ്ഞ്. സബ്ജക്റ്റ് വേണം, വില്ലോ ഷാലോ വേണം, ഹാവ് വേണം, പിന്നെ വെർബ് വേണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വേണം. തുടങ്ങിക്കോ, നമുക്ക് ആലോചിച്ചൊന്നും പറയണ്ട, വെറുതെ തുടങ്ങും. സബ്ജക്റ്റ് പറ സജന, സബ്ജക്റ്റ് പറ. I will have finished my homework. I will have finished my homework. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, വേറെ ഒന്നും പറഞ്ഞു. She will have gone to school before it rains. യെസ്. ഓക്കെ 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 ഓക്കെ. മഴ പെയ്യുന്നതിന് മുമ്പേ അവൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സജന, വെരി ഗുഡ്. സുജിത, സുജിത കയ്യിലുള്ള എക്സാമ്പിൾസ് റൗണ്ട് കൊടുക്കുന്നുണ്ട്. We will have traveled to Delhi by next week. Oh, very good. We will have traveled to Delhi by next week. Okay, next. The teacher will have corrected the papers by Saturday. Yes, the teacher will have corrected the paper. Okay, very good, very good, very good. Rajisha Rajan. രേഷ്മ എന്നാണേ. എന്റെ പേര് രേഷ്മ എന്നാണേ. രേഷ്മ. ഓക്കെ ഓക്കെ ഓക്കെ, രേഷ്മ പറഞ്ഞോളൂ. രേഷ്മ, I will have finished my project by tomorrow. yes, I will have finished my project by tomorrow. നാളേക്ക് ഞാൻ എന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ടുമോറോ പറയും. Yes, future ആണ്. Yes, okay. Continue. Next one. She will have graduated by next year. She will have graduated by next year. Okay, okay, okay. Very good, very good, very good. അപ്പൊ പിടികിട്ടിയല്ല. സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ഹാവ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഓക്കെ സജന, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്രയും മതി. എന്നാലും നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് 3 എണ്ണം കൂടി നമുക്കൊന്ന് പറഞ്ഞു വെച്ചിരിക്കാം. യെസ്, ഓക്കെ. സിയ. Yes, sir. How are you, Sia? I'm not good, sir. Huh? I'm not good. കേട്ടില്ല. പനിയാണ് സർ. പനിയാണ്. ഓക്കെ 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 ഓക്കെ, ഒന്ന് പറയണ്ടേ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയ. Sir, How are you, Priya? I am fine, sir. Very good, very good. Where are you from, Priya? Perumbavoor. Perumbavoor. How long you have been living there? എത്ര നാളായി പെരുമ്പാവൂർ താമസിക്കുന്നു? 20 years. അല്ല, നമ്മൾ പാസീവ് വോയിസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനൊരു പേജ് മുറിയാ. ഞാനത് എനിക്ക് ക്ലാസ് മിസ്സായതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സാറോട് ചോദിക്കുന്നത്. പാസീവ് വോയിസ് കഴിഞ്ഞു. റിപ്പോർട്ടർ സ്പീച്ച്, ഡയറക്ടർ സ്പീച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനേ ഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു പേജ് മറിക്കാൻ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള പേജ് ഒന്ന് മറിച്ച് നോക്കണം. പക്ഷെ ഞാൻ ആ പേജ് ഞാൻ മറിച്ചില്ല. ഇത് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഇനി അവിടെ അങ്ങോട്ട് ഉണ്ടാവും. ഇതാരും പറയാതെ ഞാനിപ്പോ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിട്ട് തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത്. സർ, ഞാൻ പറയാന്ന് വിചാരിച്ചതാണ്. പെട്ടെന്ന് ഇനി എനിക്ക് ക്ലാസ് മിസ്സായോ എന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ് ശരിയാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ പാസീവ് വോയിസ് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ടെൻസ് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം യെസ്. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞതൊക്കെ ഞാൻ പിൻവലിച്ചു കേട്ടോ. ഇനി നമുക്ക് വേറെ കാര്യങ്ങളെ കൂടി പറയാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത് ഏറ്റവും അവശേഷിക്കുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. റിപ്പോർട്ടർ സ്പീച്ച്. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, പ്രിയനെ വിളിച്ചിട്ട്
ഞാനൊന്നും ചോദിച്ചില്ലെങ്കിൽ പ്രിയക്ക് ഒരു വിഷമം. പ്രിയ, how are you? Fine, sir. Yes. Are you married? Yes. Yes. What is your husband's name? Saji Peter. സജി പീറ്റർ. അപ്പൊ ഞാൻ സജി എന്ന് വിളിക്കണം. ഇനി ഞാൻ പറയുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കാം. രാവിലെ സജി ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് മടങ്ങി വരാറെന്ന് വിചാരിച്ചു. പ്രിയനോട് സജി പറയുന്നു, ഞാൻ 5 മണിക്ക് വരാം എന്ന് പറയുന്നു. ഞാൻ 5 മണിക്ക് വരാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സജി പോയി. അകത്ത് ചെല്ലുന്ന പ്രിയ മക്കളോട് പറയുന്നു, അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Father. Father told me. Father will arrive at 5 o'clock. Yes. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സംഗതി പിള്ളേർക്ക് മനസ്സിലാവും, എന്നാലും ഗ്രാമർ വെച്ച് വരുമ്പോൾ ചെറിയൊരു പ്രശ്നം അത് കേൾപ്പുണ്ട്. ഓക്കെ പ്രിയ, വെരി ഗുഡ് വെരി ഗുഡ്. അത്രയെങ്കിലും പറഞ്ഞല്ലേ, വെരി ഗുഡ്. ലാഹൻ കേട്ടി? ലാഹൻ Yes, sir. എങ്ങനെ പറയും? ഈ സജി എന്നുള്ള പേര് മാറ്റിയിട്ട് ലാഹൻ ഇഷ്ടമുള്ള പേര് ചേർത്തോളൂ. അച്ഛന്റെ പേരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരോ, ദാറ്റ് ആസ് യു ലൈക്ക്. എന്താ പറയണ്ടത് സാറേ? അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മക്കളോട് പറയാണ്. എങ്ങനെ പറയും? വേറൊരാള് ലാഹനോട് പറഞ്ഞ കാര്യം ലാഹൻ വേറൊരാളോട് പറയണം. അപ്പോ ഇവിടെ പ്രിയനോട് സജി പറഞ്ഞ കാര്യം പ്രിയ പിന്നീട് ചെന്നിട്ട് മക്കളോട് പറയണം. Father will have gone to evening. 5 o'clock അല്ലേ? 5 o'clock. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയ മിസ്റ്റേക്കുകൾ അതിനകത്ത് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം അത് അതുപോലെ തന്നെ ചെന്ന് പറയാൻ പറ്റും. പറയാൻ പറ്റും. വ്യത്യാസം. ഞാനൊരു മൈ ഹെഡ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞതല്ലേ? മൈ ഹെഡ് ടീച്ചർ പഠിപ്പിച്ചത് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അത് എന്ന് വേറെ ആളോ പറയുമ്പോൾ വേറെ രീതിയിൽ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. അമീഷ നടന്നു പോകുന്നു. അമീഷയോട് ഒരു പയ്യൻ പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇത് അമീഷയോട് ഒരു പയ്യൻ പറയാണ്. ആ പയ്യന്റെ പേര് നമുക്ക് സർക്കാർ മിസ്റ്റർ എക്സ് എന്ന് വിചാരിക്കും. ഇത് കേട്ട അമീഷ അത് കഴിഞ്ഞതിന് ശേഷം മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് വരികയും അത് കഴിഞ്ഞതിന് ശേഷം അമീഷയുടെ കൂട്ടുകാരിയോടാണ് പറയണത്. ആ മിസ്റ്റർ എക്സ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് എന്ന് പറയുമ്പോൾ കൂട്ടുകാരി ഇഷ്ടമാണെന്നുള്ള രീതിയിൽ വന്നില്ല. യെസ്. അപ്പൊ അതുകൊണ്ട് അമീഷ ആ കൂട്ടുകാരിയോട് പറയുമ്പോൾ എന്ത് പറയണം? മിസ്റ്റർ എക്സ് പറഞ്ഞു അവന് എന്നെ ഇഷ്ടമാണ്. അവന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എങ്കിലേ കൂട്ടുകാരിക്ക് മനസ്സിലാവുള്ളൂ. അതല്ല എങ്കിൽ ഈ കൂട്ടുകാരൻ പറയാണ്, അമീഷയോട് പറയാണ്, നീ സുന്ദരിയാണ് എന്ന് അമീഷയോട് പറയും. അമീഷ ഇത് ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്ത് പറയും? ആ മിസ്റ്റർ എക്സ് പറഞ്ഞു നീ സുന്ദരിയാണെന്ന്. അപ്പൊ അമീഷ ആരോടാണ് പറയുന്നത്? അമീഷയുടെ സഹോദരിയോടാണ്. അപ്പൊ സഹോദരി ആവൂലേ സുന്ദരി? അപ്പൊ അമീഷ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയണം? ആ മിസ്റ്റർ എക്സ് പറഞ്ഞു ഞാൻ സുന്ദരിയാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. യെസ്. അപ്പൊ ഇതിനാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റി ഇത് നമ്മൾ പഠിക്കാനുള്ളത്. യെസ്. അതിൻ്റെ അകത്ത് ആ ലൈറ്റ്സിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. യെസ്. അത് നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് സെന്റൻസ് കൂടെ എഴുതാം. എഴുതിക്കും.
ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു സുജിത. യെസ്, ഷീ സെറ്റ്. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതാം ഐ ലവ് ഇന്ത്യ. ഷീ സെറ്റ് ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഷീ എന്നുള്ളതിന്റെ പേര് അവൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തൽക്കാലത്തേക്ക് രമണി എന്ന് വിചാരിക്കും. രമണി പറയുന്നു ഐ ലവ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് രമണി പറയുന്നത് ആരോടാണ്? സമീറയോടാണ് പറയുന്നത്. ഐ ലവ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു പറയും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കേൾക്കുന്ന സമീറ അത് കേട്ടിട്ട് അത് ചെന്നിട്ട് തസ്നീമിനോട് പറയുക. തസ്നീമിനോട് പറയുമ്പോൾ എന്ത് പറയും? രമണി പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നത്. അങ്ങനെ പറയണം. അല്ലാതെ തസ്നീമിനോട് രമണി പറയുകയാണ്, അല്ല തസ്നീമിനോട് സമീറ പറയുകയാണ് രമണി പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീറയാവും ഇന്ത്യയെ സ്നേഹിക്കുന്നത്. യെസ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ട കാര്യം വേറെ സ്ഥലത്തേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പറഞ്ഞെല്ലാവരും മറന്നേക്കും. ഇനി നമ്മൾ സിറ്റുവേഷനിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഷീ സെറ്റ് ഐ ലവ് ഇന്ത്യ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വെർബ് നമ്മൾ കാണും. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വെർബാണ്. അപ്പൊ ഇവിടെ രണ്ട് വെർബുകൾ. അതില് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ ഓർക്കണം. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. ഒരു പേരുണ്ടായിരുന്നു, റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? സെഡ് ആണ്. ആ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെൻസ് ആണെന്ന് നോക്കുക. സേ പ്രസന്റ് ടെൻസ് ആണ്, സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് മുഴുവൻ ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോണേ. ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ വേറെ രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നോക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് ടെൻസ് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ സെഡ് പാസ്റ്റ് ടെൻസ് അത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഇനി നമുക്ക് വേണ്ടത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്ക് നോക്കാം. ഐ ലവ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. രമണിയല്ലേ പറയണേ? അപ്പൊ രമണിയാണല്ലോ ശരിക്കും സ്നേഹിക്കുന്നത്. യെസ്, ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ഐ ലവ് ഇന്ത്യ, അത് നമ്മൾ നേരത്തെ പഠിച്ച ഈ 12 ടെൻസ് ഫോമിന്റെ അകത്ത് ഏതിന്റെ അകത്ത് വരും? സൗമ്യക്ക് തോന്നുന്നു ഏത് ടെൻസിൽ വരും? നമ്മൾ പറഞ്ഞ ഈ 12 അത് നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഈ കാര്യം വർക്കൗട്ട് ആവുള്ളൂ. നമ്മൾ പറഞ്ഞ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞ 12 എണ്ണത്തിൽ ഏത് വരും ഐ ലവ് ഇന്ത്യ എന്ന് പറയും? ഏതാണ് സമയം? ഓക്കെ സമീറാണ് പറഞ്ഞത്. ഓക്കെ കറക്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റ്, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ് സിമ്പിൾ പ്രസന്റ്. നോക്കിയേ, ഐ സബ്ജക്റ്റ് ആണ്. ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്, ഐ ലവ്. അപ്പോ നമുക്കിത് പറയാം, ഇത് ഏത് വാചകമാണത്? സിമ്പിൾ പ്രസന്റ് ആണ്. അടുത്ത കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. എങ്ങോട്ടാണ് മാറ്റിയത്? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്.
അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മ വേണം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്, അതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റി എഴുതണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം. അത് മറന്നു പോകരുത്. ഓരോ ടെൻസുകൾ വരുമ്പോഴും അത് ഏത് ടെൻസിലേക്കാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു നോക്കണം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഓരോ ടെൻസും അതിന്റെ സ്ട്രക്ചറും അത് എങ്ങനെ മനസ്സിലാകുമെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞത്. അവിടെ നിന്ന് നിങ്ങൾ അതൊന്നും മറിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയേക്കാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബി വെർബ് പ്ലസ് ing, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഈ 12 ടെൻസിന്റെ പേരും ആ 12 ടെൻസിന്റെ സ്ട്രക്ചറും നമ്മൾ ഓർത്തിരിക്കണം. എങ്കിലേ നമുക്ക് ഇൻവെർട്ടഡ് കോമയിൽ വരുന്ന സെന്റൻസ് കാണുമ്പോൾ ഇത് ഇന്ന ടെൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. എങ്കിലേ ആ ടെൻസിന് വേറെ ഏത് ടെൻസിലോട്ട് മാറ്റണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അത് ഇന്ന മോഡലാണ് എന്ന് ഓർമ്മയുണ്ടാവും. യെസ്. അപ്പൊ നേരത്തെ സുജിത ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ഇതാണ്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മിസ്റ്റേക്ക് ഇതായിരുന്നു. അതായത് സുജിത അത് എഴുതി കഴിഞ്ഞപ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയില്ല, സിമ്പിൾ പ്രസന്റിൽ തന്നെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്. യെസ്, നോക്കാം കൂടാ. അപ്പൊ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഷീ സെറ്റ്, അവള് പറയാണ് ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് കേൾക്കുന്ന സമീറ എന്ന് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവള് പറയുന്നു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു അല്ലേ പറയുള്ളൂ. യെസ്. അപ്പൊ സെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ടോൾഡ് എന്നാണ്. ഷീ ടോൾഡ് ദാറ്റ്. പിന്നെ ഇൻവെർട്ടഡ് കോമ വേണ്ട. ഷീ ടോൾഡ് ദാറ്റ്, അവൾ പറഞ്ഞു. പിന്നെ ഈ ഐ എന്ന് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ആര് തന്നെയാണ്? ഷമീറ തന്നെയാണ്, സോറി രമണി തന്നെയാണ് അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന അവളല്ലേ. അപ്പൊ ആ ഐ എന്നുള്ളതിന് പകരം എന്ത് വരും? അവിടെ ഷീ വരും. അവിടെ എന്ത് വരും? ഷീ. പിന്നെ ലവ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്യണം? അതിന്റെ പാസ്റ്റ് ടെൻസ് ലൗഡ്. ഷീ ലൗഡ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ലൗഡ് ഇന്ത്യ. ഷീ ലൗഡ് ഇന്ത്യ. ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. യെസ്. ലവ് എന്നുള്ളത് മാറ്റി സിമ്പിൾ പ്രസന്റ് മാറ്റി അങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. എങ്കിലേ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. ഷീ ലൗഡ് ഇന്ത്യ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ചിരിക്കണം. ഇൻവെർട്ടഡ് കോമയുടെ ആദ്യം വരുന്ന വാചകം ഐ എന്നാണെങ്കിൽ അത് വേണമെങ്കിൽ ഷീ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഹീ ആയിട്ട് മാറും. അത് സൈഡിൽ എവിടെ നിന്ന് എഴുതി വെക്കും. ഐ എന്നുള്ളത് ഹീയോ ഷീയോ ആയിട്ട് മാറും. ഐ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹീ കോമ ഷീ അങ്ങനെ മാറ്റി എഴുതേണ്ടി വരും. ഓക്കെ. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഐ എന്നുള്ളതിന് പകരം യു എന്നാന്ന് വിചാരിക്കും. യു, നിങ്ങൾ. നിങ്ങൾ എന്ന് വിളിച്ചു പറയണമെങ്കിൽ അത് മാറുമ്പോ ഒന്നില്ലെങ്കിൽ അത് ഐ ആവും, അല്ലെങ്കിൽ അത് വി ആവും. അപ്പൊ യു എന്നുള്ളത് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഒന്നുകിൽ ഐ അല്ലെങ്കിൽ വി, രണ്ട് രീതിയിൽ മാറും. യെസ്, ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ, അത്രയും അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കണം. ടെൻസ് നോക്കിക്കഴിയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ
ഉടനെ അതിനായിട്ട് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതിയെങ്കിൽ മാത്രമേ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ആൻസർ ഇവിടെ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ് ഇന്ത്യ. സംശയമുണ്ട് ആർക്കെങ്കിലും? ഇഫ് യു ഹാവ് എനി ഡൗട്ട് പറയാലോ. യെസ്. ഡൗട്ട് അല്ല സാർ, പഠിക്കുന്ന കാലത്തെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഭാഗം. അത് ഇംഗ്ലീഷിന് തരക്കേടില്ലാത്ത മാർക്ക് ഗ്രാമറിൽ അന്നോട്ട് ഇന്ന് വരേക്കും ഉണ്ട്. പക്ഷെ ഏറ്റവും ടഫ് ആയിട്ടുള്ളതും എനിക്ക് തലയിൽ കയറാത്തൊരു കാര്യം ഈ സംഭവം മാത്രമാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ കേറിയിരിക്കും സുജിത. ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടല്ല നമ്മൾ പറഞ്ഞത്. ടെക്സ്റ്റിൽ വളരെ സിമ്പിൾ. സാറ് പറയുന്നതും അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് തന്നെയാണ്, വളരെ ഈസി മെത്തഡാണ് സാർ പറയുന്നതൊക്കെ. ഫസ്റ്റ് ക്ലാസ് തൊട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, സാറിന്റെ ക്ലാസ് വളരെ ഈസി ആണെന്ന്. ഇതിലെങ്ങനെയെന്ന് നോക്കട്ടെ ഞാൻ ഈ ഒരു പാർട്ട്. യെസ്, ഇതും കൂടി നമ്മുടെ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചു കൊടുക്കും. ഇതുകൊണ്ട് ഇതെല്ലാം കയ്യിൽ കിട്ടാതെയുള്ള സുഹൃത്ത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ബോർഡ് വെച്ചു. അപ്പൊ പിന്നെ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യെസ്, ഇത് അത് ശരിയാണ്. സുജിത് പറഞ്ഞ പോയിന്റ് അതാണ്, കറക്റ്റ് ആണ്. ഇതിന്റെ അകത്തെ ഇത് മനസ്സിലാക്കി എടുത്താൽ മതി. ഇത് ഇങ്ങനെയാണ് പരീക്ഷ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ ഇതൊന്നും ഫുള്ളായിട്ട് പറഞ്ഞിട്ട് കാര്യം നേരം ഉണ്ടാവില്ല. അപ്പൊ ടീച്ചർ ഇവിടെ ഈസ് വരുമ്പോ അവിടെ വാസിട്ടോ, ഇവിടെ വരുമ്പോ ഇത് മാറ്റി ഇങ്ങനെ ഇട്ടോ, ഞാനും അങ്ങനെ പറഞ്ഞ അങ്ങോട്ട് അവസാനിച്ചാണ് പോകുള്ളൂ. നമ്മളത് അങ്ങനെയല്ല. നമ്മൾ ഇന്നതാണ് നിയമം, നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മളത് പറയില്ല, ഇത് അംഗതയല്ല, അത് അങ്ങനെ വരാനുള്ള കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. യെസ്, ഓക്കെ. ഇപ്പൊ എഴുതിയേക്കുന്ന വാചകം തന്നെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതുകയാണ്. നിങ്ങൾ ഒന്നുകൂടി എഴുതും. ഷീ സെറ്റ് ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. ഐ ലവ് മൈ ഇന്ത്യ. ഐ ലവ് മൈ ഇന്ത്യ. Okay. Then Anisha Anwar. Yes, sir. Okay. ഇതിലൊന്ന് നമുക്കൊന്ന് റിപ്പോർട്ട് സ്പീച്ച് ആക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കി. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. She told that he loved our India. She loved her India. ഹെയർ ഇന്ത്യ എന്നാക്കി അല്ലേ? അല്ലേ? അതാണ് ആക്കിയത്. ആണോ സാർ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. നോക്ക് ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. നോക്കിയേ, അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് രമണി പറഞ്ഞു. ഐ ലവ് മൈ ഇന്ത്യ. ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞത് അനീഷ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന അനീഷ അത് ചെന്ന് ഷെഫീനയോട് പറയണം. അപ്പൊ എന്ത് പറയും? രമണി പറഞ്ഞു അവളുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നതെന്ന്. അങ്ങനെ തന്നെ പറയണം. അവിടെ ചെന്നിട്ട് ഷെഫീനയോട് അനീഷ പറയണം, രമണി പറഞ്ഞു അവൾ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞ തെറ്റ്. അപ്പൊ ഇന്ത്യ ആരുടെയായി? അനീഷയുടെ ആയി. അത് അങ്ങനെ തന്നെ പറയണം. രമണി പറഞ്ഞു അവളുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പൊ അവിടെ ആ മൈ എന്നുള്ള വേർഡ് എന്തായിട്ട് മാറും? ഹെർ എന്നായിട്ട് മാറും. രമണി എന്നുള്ളതിന് പകരം അവിടെ രാമൻ എന്നായിട്ട് വന്നിരുന്നെങ്കിൽ ആ ഹെർ എന്നുള്ളതിന് പകരം അത് എന്തായിട്ട് മാറും? ഹിസ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ആ നേരത്തെ എഴുതിയേക്കുന്ന സൈഡിൽ എഴുതിക്കോ മൈ, MY, മൈ. അത് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഒന്നുകിൽ ഹിസ് ആവും അല്ലെങ്കിൽ ഹെയർ ആവും. ആണിന്റെ പേരാണ് വരുന്നതെങ്കിൽ ഹിസ്സും പെൺകുട്ടികളുടെ പേരാണ് വരുന്നതെങ്കിൽ ഹെയർ ആവും. അങ്ങനെ മാറി വരും. മൈ എന്നുള്ളത് എന്താവും? ഹിസ് അല്ലെങ്കിൽ ഹെയർ ആയിട്ട് മാറും. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ അനീഷ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ് ഹെർ ഇന്ത്യ. ഷീ ലവ്ഡ് ഹെർ ഇന്ത്യ. യെസ്, ഇനി ഞാൻ അടുത്ത ഒരു വാചകം പറയാണ്, എഴുതിക്കോളൂ. ഷീ സെറ്റ് you are
വേണ്ട. യു വർക്ക് ഇൻ എ ബാങ്ക്. യു വർക്ക് ഇൻ എ ബാങ്ക്. ഷീ സെഡ്, അവള് പറയണം. എന്താ പറയുന്നത്? നീ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. യു വർക്ക് ഇൻ എ ബാങ്ക്. അപ്പോ ഇത് ഈ അവൾ എന്ന് പറയുന്ന ആള് ഷെഫീനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോ അവൾ എന്ന് പറഞ്ഞ രമണി ഷെഫീനയോട് പറയുകയാണ്, യു വർക്ക് ഇൻ എ ബാങ്ക്, നീ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഷെഫീന, ഞാൻ ചോദിക്കട്ടെ, ബാങ്കിൽ ജോലി ചെയ്യുന്നത് ഷെഫീനയാണ് രമണിയാണ്? ഷെഫീന CS. Yes, sir. ആരാണ് അപ്പൊ ബാങ്കിൽ ജോലി ചെയ്യണത്? ഞാൻ. യെസ്, ഷെഫീനയാണ് ജോലി ചെയ്യണത്. കിട്ടിയല്ല? യെസ്. ഇനി ഇത് കേൾക്കുന്ന ഷെഫീന രമണി പറഞ്ഞ ഈ കാര്യം ചെന്ന് അജിതിനോട് പറയാണ്. എങ്ങനെ പറയും? She told that I work in a bank. വർക്ക് WO വർക്ക് എന്നല്ലേ പറഞ്ഞേ? Worked. വർക്ക്ഡ്. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ യു എന്നുള്ള എന്തായിട്ട് മാറി? ഐ ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഷീ ടോൾഡ് ദാറ്റ് ഐ വർക്ക്ഡ്. WORKED. വർക്ക് പ്രസന്റൻസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റിലേക്ക് മാറ്റണം. വർക്ക്ഡ് ആയി. WORKED. ഐ വർക്ക്ഡ് ഇൻ എ ബാങ്ക്. അപ്പൊ ആ യു എന്ന് പറയുമ്പോ ഷെഫീന എന്ന് പറയുന്ന ഒരാളെയാണ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അത് ഐ ആയത്. ഷെഫീനയും നിസാമും അജിതയും നൂറിഷയും നിൽക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ 4 പേര് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു 4 പേര്. അപ്പൊ ആ നിങ്ങളെന്ന് ഉദ്ദേശിച്ചപ്പോ 4 പേരാണ്. അപ്പൊ അവിടെ ഐ എന്ന് വരൂല, മറിച്ച് എന്ത് വരും? വി എന്ന് വരും. ഞങ്ങൾ. യെസ്, അവള് പറഞ്ഞു ഞങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പൊ യു എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരാളെയും പറയാം, ഒന്നിലധികവും പറയാം. ഒന്നിലധികം ഉണ്ടെങ്കിൽ വി ആകും, ഒരാളുണ്ടെങ്കിൽ ഐ ആകും. യെസ്. ഇനി ഞാൻ വേറൊരു വാചകം പറയുന്നു. നിസാം, she said, you love your India. വാചകമില്ല. ഷീ സെറ്റ്, അവള് പറഞ്ഞു യു ലവ്, നീ സ്നേഹിക്കുന്നു, യുവർ ഇന്ത്യ, നിന്റെ ഇന്ത്യയെ. യെസ്. അജിത, ഇതാ. യെസ്. നൂറിഷ, ഒന്ന് പറഞ്ഞു നോക്കിയേ, നമുക്കൊന്ന് ശരിയാക്കാൻ പറ്റും നോക്കാം. എനിക്ക് ഉറപ്പില്ല, ഞാൻ ശ്രമിക്കാം. വേണ്ട, ഐ വിൽ സപ്പോർട്ട് യു, ഡോണ്ട് വറി. അതെ, ഇപ്പൊ ചിലപ്പോ അജിതൊക്കെ പേടിച്ചതായി ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോ ആരെ കയ്യിൽ അങ്ങനെ ചിന്തിക്കല്, അത് വിട്ടുകളാ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറയണ അജിത. ഇല്ല സാർ, അത് ഞാനിത് ഓൺ ആകുന്നില്ലായിരുന്നു. ഞാൻ ആ മൈക്ക് ഓൺ ആക്കാൻ നോക്കിട്ട് അതങ്ങ് ഫുൾ അങ്ങ് പോയി, അപ്പൊ കാണുന്നില്ല ഒന്നും. അവസരം തരാം. കവലപ്പെടാതെ. നൂറിഷ ഒന്ന് പറഞ്ഞു നോക്കി. ഓരോരുത്തരും മനസ്സിൽ പറഞ്ഞു നോക്കി വെച്ചോട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെയാണ് ലാസ്റ്റ് സംഭവിച്ചത് നമുക്ക് അറിയണം, ഇല്ലെങ്കിൽ നമുക്ക് തിരുത്താനുള്ളതാണ്. നൂറിഷ, യു സ്റ്റാർട്ട്. ഐ വിൽ സപ്പോർട്ട് യു. പകുതി ഞാൻ സഹായിച്ചു. ഷീ ടോൾഡ് ദാറ്റ്, അവിടെ വരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ബാക്കി പറഞ്ഞാൽ മതി. ഷീ ടോൾഡ് ദാറ്റ് വി ലവ്. നീ അല്ല, ഐ ആവും. യു എന്നുള്ളത് എന്താവും നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഐ അല്ലെങ്കിൽ വി ആവും. അപ്പൊ ഐ എന്ന് പറഞ്ഞു. ഐ ലവ്. ലവ് എന്ന് തന്നെയാണ് പറയണേ. ലവ് ലൗഡ്. ലൗഡ് എന്താണ്? ലൗഡ്. ലൗഡ്. ഐ ലൗഡ് അവർ ഇന്ത്യ. അവർന്ന് പറയാമായിരുന്നു, പക്ഷെ അവർന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഐ എന്നുള്ളൊരു പകരം വി എന്ന് പറഞ്ഞാൽ അവർന്ന് പറയാൻ പറ്റും. അപ്പൊ അവരല്ല അവിടെ വരാ. നോക്കിയേ, നൂറിഷിനോട് പറയണം, ഞാനാണ് പറയുന്നത്. ഞാനാണ് രമണിന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത്
യു ലവ് യുവർ ഇന്ത്യ. നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് ഞാൻ ആരോട് നൂറിഷോട് പറയുന്നു. ഇത് കേൾക്കുന്ന നൂറിഷ സൗമ്യനോട് എങ്ങനെ പറയും? രമണി പറഞ്ഞു, ഞാൻ എന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നത്. ഇതാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഇന്ത്യയെ. അപ്പൊ ആ യുവർ എന്നുള്ളത് വേണമെങ്കിൽ എന്താവാം? മൈ എന്നാവാം. വേണമെങ്കിൽ ആ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യുവർ എന്നുള്ളത് എന്താവും? അവർ ആവും. എന്താവും? അവർ. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് മാറ്റിയിട്ട് നേരത്തെ എഴുതി വെച്ചേക്കേണ്ട അടിയിൽ എഴുതുക യുവർ, ആരോ മാർക്ക് ഇട്ടിട്ട് മൈ, അവർ. ഇത് രണ്ടുമായിട്ട് മാറും. യെസ് യെസ്. അപ്പൊ നമ്മൾ നോക്കാം. ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഐ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഹി ആവും അല്ലെങ്കിൽ ഷീ ആവും. മൈ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഹിസ് ആവും അല്ലെങ്കിൽ ഹെയർ ആവും. യു എന്നുള്ളത് ഒന്നുകിൽ ഐ ആവും അല്ലെങ്കിൽ വി ആവും. യുവർ എന്നുള്ളത് മൈ ആവും അല്ലെങ്കിൽ അവർ ആവും. ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ മാറി മാറി വന്നെ. യെസ്. അപ്പൊ അത് എങ്ങനെ എങ്ങോട്ട് മാറും എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. യെസ്. അത് നിങ്ങളത് പറഞ്ഞു നോക്കിയാൽ മതി. ആ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ ഇത് ഇങ്ങനെയുള്ള സിമ്പിൾ ആണല്ല എന്ന് പറയും. നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ചെന്ന് വേറെ ആളോട് പറയുമ്പോൾ എങ്ങനെ പറയും മാത്രം ആലോചിച്ചാൽ മതി. യെസ്. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇത് ആൻസർ ഒന്ന് പറഞ്ഞ നൂറിഷ കറക്റ്റ് ആയിട്ട്. She told that I loved my India. വെരി ഗുഡ്. 2 മാർക്കാണ് കിട്ടിയത്. ഷീ ടോൾഡ് ദാറ്റ് ഐ ലവ്ഡ് മൈ ഇന്ത്യ. ഐ ലവ്ഡ് മൈ ഇന്ത്യ. കറക്റ്റ് ആണ് പറഞ്ഞത്. യെസ്. ഓക്കെ. അജിത, മൈക്കൊക്കെ ഓണായ? യെസ്. ഓക്കെ ഓക്കെ. എന്നാൽ അടുത്ത വാചകം ഇതാണ്. They said. They said. മനസ്സിലായില്ല സർ. They THY. They said. സർ. ഇവിടെ we study English grammar. We study English grammar. ഓക്കെ. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. അപ്പൊ അവർ എന്ന് പറയുന്നതും ഞങ്ങൾ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. അതായത് ധാരാളം ആളുകളോട് നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് പറയാല്ല, അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നതും അവർ എന്ന് പറയുന്നതും ആരാണ്? ഒരാൾ തന്നെയാണ്. യെസ്. അപ്പോ അവര് ഇങ്ങനെ പറയും ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു എന്നുള്ളത് കേൾക്കുകയാണ് അജിത. അജിത ആ ഗ്രൂപ്പിലില്ല. അജിത വേറെ മാറിയിരിക്കണം. അജിത അത് കേട്ടു കഴിഞ്ഞതിന് ശേഷം അജിത വേറൊരാളോട് പറയുമെന്ന് പറയും, അവര് പറഞ്ഞു അവര് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. മനസ്സിലായ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് പറഞ്ഞു അവര് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. യെസ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ. ഈ സെന്റൻസ് ഒന്ന് റെഡിയാക്കി പറഞ്ഞേ. സെഡ് എന്നുള്ളത് നമുക്ക് ടോൾഡ് ആകും. They told that. They told that they are studying English grammar. ഓക്കെ ഓക്കെ. അതിന്റെ അത് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഈ സാമാർ ഒന്നും വേണ്ട. They told that. സിമ്പിൾ പാസ്റ്റോട്ട് മാറ്റിയാൽ മതി. ഞാനിപ്പോ ഇത്രയും പറഞ്ഞാൽ ഈസോ ആമോ ആറോ ഒന്നും ഉപയോഗിച്ചില്ലല്ലോ. ഒന്നും ചെയ്യണ്ട. പ്രസന്റ് ആണ്. നേരിട്ട് പാസ്റ്റിലേക്ക് മാറ്റിയത്. പരീക്ഷക്ക് നിങ്ങൾക്ക് മക്കൾക്ക് പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോൾ ആ ടെൻസ് കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ പകുതി മാർക്കിന്റെ എത്തും. ടെൻസ് കറക്റ്റ് ആയിട്ട് ഇന്ന ടെൻസിൽ നിന്ന് ഇന്ന ടെൻസിലേക്ക് മാറ്റി എഴുതിയില്ല, അപ്പോൾ പകുതി മാർക്ക്. യെസ്. എന്ന് പറഞ്ഞതുപോലെ ദേ സെറ്റ്, അവര് പറയുകയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. ദേ ടോൾഡ് ദാറ്റ് ദേ സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്. എന്റെ പാസ്റ്റ് ടെൻസ് സ്റ്റഡീഡ്. STUDIED. സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇതാണ് ശരി. ദേ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഗ്രാമർ.
യെസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് കാണുമ്പോൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം. ഇത് ഇങ്ങനെ വരുമ്പോൾ വേറൊരാളോട് പറയുന്നത് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യെസ്, ഞാനിപ്പോ ഇവിടെ ഇതിൽ പെടാത്തൊരു വാചകം പറയുന്നു. വൺ, ഇതിനകത്ത് വരാത്തൊരു വാചകമാണ്. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. വേറൊരു വാചകം പറയും. സുജിത, ഒരു വാചകം പറയും. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഞാൻ ചോദിക്കുന്നത് സുജിത, ഈ സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ? വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഈ സെന്റൻസ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറഞ്ഞു, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അതാണ് ചോദിച്ചത്. ഷുഡ് തെറ്റാണ്. പകരം എന്ത് വേണോ വരുന്നത് അവിടെ? ഷുഡിന് പകരം സുജിതയാണെങ്കിൽ വേറെ എന്ത് ചേർക്കുമായിരുന്നു? ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഷുഡിന്റെ അകത്തൊന്നും മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്, പേടിക്കണ്ട, അത് കറക്റ്റ് ആണ്. അപ്പൊ സുജിത്തിനെ ആർക്കെങ്കിലും സഹായിക്കാം. തെറ്റാണോ ശരിയാണെന്ന് പറഞ്ഞാൽ മതി. ഈ വാചകം ശരിയാണോ തെറ്റാണ്? ആരെങ്കിലും സഹായിക്കേ. സുജിതന, തെറ്റാണ്, ശരിയാണ്? സുജിത, അതല്ല, അതോടെ വെക്കട്ടെ. ഞാൻ വേറെ കാര്യം, ഒരു പ്രതിസന്ധി വരുമ്പോ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയല്ല, പറഞ്ഞോളൂ. നമ്മളിത് ഡയറക്ട് സ്പീച്ചില് അല്ല, അത് യാതൊരു ബന്ധമില്ല. ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ഓരോരുത്തർ. സുജിത അവിടെ നിൽക്കട്ടെ. ഷെഫീന കണ്ട മിസ്റ്റേക്ക് എന്താണ്? അല്ല, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സെന്റൻസ് ശരിയാണ്. ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. രജീഷ, രമ്യ പറയൂ, എന്താണ്? ഹിസിന് പകരം അവന്റെ എന്നുള്ള വരുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു കല്ലിടിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? ദയർന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? വൺ ഷുഡ് ലവ് വൈഫ് എന്നാക്കണം അല്ലേ? ഓക്കെ, രജീഷ അവിടെ നിൽക്കട്ടെ. ഇനി വേറെ ആരോ പറഞ്ഞല്ലോ, രണ്ടഭിപ്രായമായി. ഇനി ഓക്കെ, ചിഞ്ചു പറഞ്ഞോളൂ. ചിഞ്ചുവിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. രണ്ടുപേരുടെ അഭിപ്രായം കേട്ടല്ലോ. ഇനി യുവർ ഒപ്പീനിയൻ പറഞ്ഞോളൂ. സുജിത. He said that one should love his wife. യെസ്, ഓക്കെ. ഞാൻ ആദ്യം പറയാം, ഈ വാചകത്തിൽ മിസ്റ്റേക്ക് എടുക്കുന്നത്. അതാണ് ഞങ്ങളോട് പറഞ്ഞു വരുന്നത്. വൺ ഷുഡ് ലവ്. രമ്യ ആൻസറിലേക്ക് എത്തി, പക്ഷെ ഇത്തിരി ഒരു ഇഞ്ചിന് മാറിപ്പോയി. ഒരു അര ഇഞ്ച് അങ്ങോട്ട് കിടന്ന് മാറിപ്പോയി. യു കെയിം ടു കറക്റ്റ് പാട്ടുള്ള വാചകത്തിൽ രമ്യ എത്തി. ആ ഹിസ്സിലാണ് മിസ്റ്റേക്ക് കിടക്കുന്നത്. ഒരുവന്റെ ഭാര്യ സ്നേഹിക്കണം, അങ്ങനെ തന്നെ പറയേണ്ടത്. വൺ ഷുഡ് ലവ് വൺസ് വൈഫ്. ONE'. അതാണ് കറക്റ്റ്. വൺ, അത് ഒരാളെ വിചാരിക്കും, രാജൻ ഷുഡ് ലവ് ഹിസ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളുടെ വൈഫാണ്. ഇവൻ മറ്റവന്റെ ഭാര്യ സ്നേഹിക്കുന്നതായിരിക്കും. വൺ ഷുഡ് ലവ് വൺസ് വൈഫ്, അതാണ് കറക്റ്റ് കേട്ടോ. അതാണ് മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ വൺ എന്ന് വന്നു കഴിഞ്ഞപ്പോ അവിടെ വൺസായി. അതുപോലെ ഹി ഷീ എന്നുള്ളത് ഇങ്ങനെ ഈ ഡയറക്റ്റ് ഇന്റർനെറ്റ് സ്പീച്ചിൽ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളൊന്ന് ലൗഡ് എന്ന് വരുമോ അവിടെ? ഏത്? വൺ ഷുഡ് ലവ് വൺസ് വൈഫ് എന്നാണോ, അതോ ലവ് എന്ന് മാത്രം തന്നെ മതിയോ? വൺ ഷുഡ് ലവ് വൺസ് വൈഫ്. ലൗഡ് വരൂല. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് അല്ല ഞാൻ പറഞ്ഞത്, വെറുതെ ഒരു വാചകം പറഞ്ഞതാണ് കേട്ടോ. റിപ്പോർട്ടർ സ്പീച്ച് അല്ല. ഓക്കെ. ഈ ഷുഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. ഷുഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അപ്പൊ അതുകൊണ്ടാണ് ലവ് തന്നെ വരുള്ളൂ. യെസ്, ഷുഡ് ലൗഡ് എന്ന് പറയില്ല. യെസ്, ഓക്കെ. ഇനി നിങ്ങൾ
ഒരു പേജിന്റെ അടിയിൽ ഒരു വശത്ത് ഡയറക്റ്റ്, ഇപ്പുറത്തെ വശത്ത് ഇൻഡയറക്റ്റ് ഹെഡിങ്. ഡയറക്റ്റ് ഇപ്പുറത്തെ സൈഡിൽ എന്റെ നേരെ ഇപ്പുറത്തെ വലതുവശത്ത് ഇൻഡയറക്റ്റ്. അതിന്റെ രണ്ടിന്റെയും അടിയിൽ ഒരു വര വരയ്ക്കും. യെസ്, ഓക്കെ. എന്നിട്ട് വേണമെങ്കിൽ നേരത്തെ എഴുതിയില്ലേ യു എന്നുള്ളത് ഐ ആവും മീ ആവും എന്നൊക്കെ പറയാം. അത് കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഇല്ലാത്ത എഴുതി വെക്കാം. യെസ്, അപ്പൊ അവിടെ നോക്കി നമുക്ക് എഴുതാം. അപ്പൊ ഡയറക്റ്റിന്റെ അടിയിൽ യു എന്ന് എഴുതും. YOU, യു യു. എന്നിട്ട് ഇൻഡയറക്റ്റിന്റെ നേരെ എഴുതുക I,V, I,V. യെസ്. അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ ഐ എന്ന് എഴുതുക. ഐ. അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ he, she, he, she. യെസ്. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ മൈ, MY, മൈ. അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഹിസ്, ഹെർ, ഹിസ് അല്ലെങ്കിൽ ഹെർ. യെസ്. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ യുവർ, YOUR, യുവർ. നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ മൈ, അവർ, മൈ, അവർ. യെസ്. ഇനി അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ വി, WE, വി. ഇൻഡയറക്റ്റ് ആയിട്ട് മാറുന്നത് ദേ, THEY, ദേ. ദേ, വി എന്നുള്ളത് ദേ ആയിട്ട് മാറും. ദേ. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ അവർ, OUR, അവർ. ഇൻഡയറക്റ്റിന്റെ അടിയിൽ ദയർ, THEIR, അവർ എന്നാണെങ്കിൽ ദയർ എന്ന് മാറും. THEIR, ദയർ, ദയർ. ഈ 2-3 വേർഡുകളൊക്കെ എഴുതി എടുത്തു. എഗോ, AGO, എഗോ. ഡയറക്റ്റിന്റെ അടിയിൽ എഗോ, എഗോ. അത് ഇൻഡയറക്റ്റിന്റെ അടിയിൽ ബിഫോർ എന്ന് മാറ്റണം. ബിഫോർ, BEFOR, ബിഫോർ, earlier, EAR, LIER, earlier. ബിഫോർ കഴിഞ്ഞിട്ട് എന്താ സാറേ? earlier, നേരത്തെ, EAR, LIER. അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ ഹിയർ, HERE, ഹിയർ, ഹിയർ. അത് ഇൻഡയറക്റ്റ് വരുമ്പോ ദയർ എന്ന് മാറ്റണം. THERE, ദർ. യെസ്. ഇനി അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ ദിസ്, THIS, ദിസ്, THIS, ദിസ്. ഇൻഡയറക്റ്റിന്റെ അടിയിൽ ദാറ്റ്, THAT, ദാറ്റ്, ദാറ്റ് എന്ന് മാറ്റണം. അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ ദീസ്, THESE, ദീസ്. ഡയറക്റ്റ് വരുമ്പോ ദോസ് എന്ന് മാറ്റും. THOSE, ദോസ്, THOSE, ദോസ്. ഓക്കെ. അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ നൗ, NOW, നൗ. ഇൻഡയറക്റ്റിന്റെ അടിയിൽ then, THEN, then. then എന്ന് മാറ്റണം. അടുത്തത് ഡയറക്റ്റിന്റെ അടിയിൽ ടുഡേ,
TODAY, today. Today. Indirectly ഇടയിൽ that day. That day എന്ന് മാറ്റാം. ടുഡേ എന്നാണെങ്കിൽ that day എന്ന് മാറ്റാം. അടുത്തത് ഡയറക്റ്റിന്റെ ഇടയിൽ yesterday. Yesterday. അത് ഇൻഡയറക്റ്റിന്റെ അടിയിൽ the previous day എന്ന് മാറ്റാം. PREVIOUS. Previous day. Previous day. Previous day എന്ന് മാറ്റാം. അടുത്തത് tomorrow. Tomorrow. TOMMO. Tomorrow. അത് the next day എന്ന് മാറ്റണം. The next day. Next day. അടുത്തത് ഡയറക്റ്റിന്റെ ഇടയിൽ ലാസ്റ്റ് വീക്ക്. LAST ലാസ്റ്റ്. WEEK വീക്ക്. ലാസ്റ്റ് വീക്ക്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോ the previous week. The previous week. അല്ലെങ്കിൽ the week before. The week before. Yes. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. യെസ്. അപ്പോ ഇത് നിങ്ങൾ നോക്കി വെച്ചോ. പറഞ്ഞോളൂ. എന്താണ് അനീഷ ചോദിക്കാൻ പോയെ? അല്ല, ഇത് പുതിയ കുറച്ച് തന്നല്ലോ, അത് വെച്ച് പുതിയ ഇപ്പൊ വേറെ നമുക്ക് ചെയ്യാത്ത കുറെ തന്നല്ലോ, അത് വെച്ച് ക്വസ്റ്റ്യൻ തരുമോ? അത് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇതുമ്പോ തന്നെ പിടിക്കാൻ പോണത് അനീഷ ഒക്കെ വരുന്നുണ്ട്. അതിന് ഇതിന്റെ ബേസിക്കായ കാര്യം പിടികിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ വരുന്നുണ്ട്, പേടിക്കണ്ട. സെന്റൻസുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് ചുരുക്കി പറയാണ്. ഒരു സെന്റൻസ് കാണുമ്പോൾ നമ്മളിപ്പോ നാടകത്തിന്റെ പുസ്തകം വായിക്കില്ലേ? അപ്പൊ നാടകത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേര് സൈഡിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവര് പറയുന്ന ഡയലോഗ് നേരെ ഉണ്ടാവും. ഇൻസ്പെക്ടർ, നീ എന്താണ് മോഷ്ടിച്ചത്? പടിയില് കള്ളൻ 2 കുത്തിയിട്ടുണ്ട്, ഞാൻ സ്വർണമാണ് മോഷ്ടിച്ചത്. പിന്നെ ഇൻസ്പെക്ടർ 2 കുത്തിട്ട്, നീ അത് എവിടെയാണ് വെച്ചത്? ഇപ്പൊ കള്ളൻ, ഞാനത് സ്വർണ്ണക്കടയിൽ വിറ്റു. കണ്ടോ? പേരിങ്ങനെ വന്നിട്ട് 2 കുത്തിട്ടതിന് ശേഷം അവരുടെ ഡയലോഗ്. അതാണ് ഡയറക്റ്റ്. ഈ ഒരു സംഗതി നമ്മൾ വേറൊരാളോട് പറയാണ്. ഈ നാടകം വായിച്ച സുജിത ഈ നാടകത്തിന്റെ കഥ വേറൊരാളോട് പറയുന്നു. അപ്പൊ എന്ത് പറയും? അപ്പൊ ഇൻസ്പെക്ടർ ചോദിച്ചു എന്താണ് മോഷ്ടിച്ചത്? അപ്പൊ കള്ളം പറഞ്ഞു മാലയാണ് മോഷ്ടിച്ചത്. അപ്പോ ഇൻസ്പെക്ടർ ചോദിച്ചു അത് എവിടെയാ വെച്ചതെന്ന്. കണ്ടോ? ഇതിന്റെ ഇടക്കൊക്കെ ഈ അപ്പോൾ അതൊക്കെ ഇനി ഡാറ്റയായിട്ട് കയറി വന്നു. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഓക്കെ അതാണ് ഈ ഡാറ്റയായിട്ട് കയറി വന്നത്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആ നാടകത്തിൽ നമ്മൾ വായിക്കുന്ന അതേ സാധനം നമ്മളൊരു ഗദ്യം പോലെ ഇങ്ങനെ എഴുതിയാൽ, നേരെ ഇങ്ങനെ എഴുതിയാൽ അത് എങ്ങനെ വരും എന്നുള്ളതാണ്. യെസ്. അപ്പൊ അതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞത്. യെസ്. ഓക്കെ. പലപ്പോഴും നമുക്ക് ഒരു സ്ഥലത്ത് കേട്ട കാര്യം നമുക്ക് വേറെ സ്ഥലത്ത് പറയേണ്ടതായിട്ട് വരും. യെസ്. അപ്പൊ ഞാൻ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള വാചകം പറയാം. 1-2 വാചകങ്ങൾ പറയാം. നിങ്ങളത് ശ്രമിച്ചു നോക്ക്. ചെയ്തു വെച്ചാൽ മതി. ഹോംവർക്കിന്റെ പരിപാടി ഇല്ലാത്തതാണ്, എന്നാലും 55 ആയതുകൊണ്ട് ഞാൻ പറയുന്നു. യെസ്. എഴുതിക്കോ. ഷീ സെറ്റ്. You read her reading. She said it in inverted commas. You read English novels.
He said. ഇവിടെ കൊമേല് I teach മലയാളം poem. POEM poem. അടുത്തത് they said. We use mobile phones. Yes. സർ മൊബൈൽ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാമോ? മൊബൈൽ ഫോൺ, FPHON, മൊബൈൽ ഫോൺസ്. അപ്പൊ 3 ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിൾ പ്രസന്റ് തന്നെ അടുത്ത ക്ലാസ്സിലും 2 ചെയ്തിട്ട് നമുക്ക് അടുത്ത ടെൻഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണോ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയതാണ്. സെഡ് എന്നുള്ളത് ടോൾഡ് ആക്കണം, അത് കഴിഞ്ഞിട്ട് ദാറ്റും ചേർക്കണം. യെസ്. പിന്നെ ഏതൊക്കെ വാക്കുകൾ എങ്ങനെയൊക്കെ മാറുന്നു നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മളൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ സാവകാശം പഠിച്ചാൽ മതി. നമ്മുടെ മുന്നിൽ 1 മാസം കറക്റ്റ് ആയിട്ടുണ്ട്, 1.5 മാസത്തോളുണ്ട്. സാവകാശം മനസ്സിലാക്കി നമ്മൾ പോയാൽ മതി. ഓക്കെ, അല്ലാതെ ഒരു ടെൻഷനും വേണ്ട. യെസ്, ആരാണ്? ഓക്കെ അനീഷ, സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും. യെസ്, ഓക്കെ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Okay.